ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു സേമിയ പായസം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ മൂന്നാമത്തെ പായസമാണ് ഇപ്രാവശ്യത്തെ ഓണത്തിന്. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ: റോസ്റ്റഡ് സേമിയ വെർമിസലി നമ്മളിവിടെ മേടിച്ചിട്ടുണ്ട്. സോ അത് ഏകദേശം ഒരു 700 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ സാഗോ സീഡ്സ് ബിഗ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് 3 എണ്ണം, പിന്നെ കാഷ്യൂനട്ട്, റേസിൻസ്, നെയ്യ്, പിന്നെ ഫുൾ ക്രീം മിൽക്ക് 3 ലിറ്ററാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ ആദ്യം നമ്മൾ ഈ സാഗോ സീഡ്സ് അല്ലെ ചവ്വരി നമ്മളൊന്ന് വേവിച്ചെടുക്കണം. സോ അതിന് കുറച്ച് വെള്ളത്തിലോട്ട് ഒരു 1/2 കപ്പാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിനുശേഷം നമുക്കിനിപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ്, ആദ്യമേ നമ്മൾ കാഷ്യൂനട്ട്സും റേസിൻസും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കിന് നമുക്കിത് കോരി മാറ്റാം. ഇനി ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ നമ്മൾ 3 കപ്പ് സേമിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 10 തൊട്ട് 15 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റി. അല്ലെങ്കിൽ 1 കപ്പ് സേമിയ ഇട്ടാലും മതിയായിരിക്കും. പിന്നെ നമ്മൾ 3 ലിറ്റർ പാലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ 1 കപ്പ് സേമിയയ്ക്ക് 1 ലിറ്റർ പാൽ എന്നുള്ള കണക്കിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ. ഇനി സേമിയ ഈ പാലിനകത്ത് കിടന്ന് ഒന്ന് വെന്ത് വരണം. ഏകദേശം ഒരു 1/2 മണിക്കൂർ ജസ്റ്റ് നമ്മളൊന്ന് വേവിക്കണം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് സേമിയ അടിക്ക് പിടിക്കും. ഈ സമയത്ത് കുറച്ച് ഏലക്കപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 to 3 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ടേസ്റ്റിനനുസരിച്ച് കുറച്ചും കൂടെ വേണേൽ ആഡ് ചെയ്യാം. ഏലക്കയൊക്കെ ഉള്ളപ്പോഴാണ് സേമിയ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ ഈ സാഗോ സീഡ്സ് അല്ലെ ചവ്വരി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണ്. ഇവിടെ ഞാൻ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഈ സാഗോ സീഡ്സ് ഇടുമ്പം സേമിയ പായസം കുറച്ചും കൂടെ കുറുകി കിട്ടും നമുക്ക്. സോ ഒത്തിരി കുറുകുണ്ടാകുന്നുണ്ടെങ്കിൽ മൊത്തം സാഗോ സീഡ്സ് ഇടണ്ട, ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഇനിയിപ്പം ഇച്ചിരി കുറുക്ക് കൂടുതലാണെന്ന് തോന്നിയുകൊണ്ടാണ് കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. 2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്താലും മതി. കാരണം സേമിയ പായസം ഇരിക്കും തോറും അതിൻ്റെ കുറുക്ക് കൂടും. ഇനി നമ്മൾ അവസാനമായിട്ട് ഈ കാഷ്യൂനട്ട്സും റേസിൻസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സേമിയ പായസം വളരെ എളുപ്പമാണ്, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നൊരു റെസിപ്പിയും കൂടെയാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അങ്ങനെ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പിയാണ്. സോ എല്ലാവരും ഈ ഓണത്തിനൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ഓണം ടു എവ്രി വൺ. താങ്ക് യു.